അപ്പോൾ ടീച്ചർ ഇതിൻ്റെ കഴുത്തിലുള്ള ഒരു മാല ഊരി കൊടുത്തിട്ടാണ് ഈ സ്ഥാപനത്തിന് വേണ്ടി ത്യാഗം ചെയ്തത് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇവരെ അഭിനന്ദിക്കേണ്ടത് എന്ന് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ വരികയാണ്. ഇതൊരു കഥയാണ്, സംഭവിച്ച കഥ. എത്തിപ്പിടിക്കാനാകില്ല എന്ന് തോന്നിയ ഒരു വലിയ ലക്ഷ്യം നേടാൻ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അധ്യാപിക രണ്ടും കൽപ്പിച്ച് കഴുത്തിലെ സ്വർണമാല നൽകി ലക്ഷ്യത്തിന് ഊർജം നൽകിയ കഥ. സംഭവത്തിന്റെ തുടക്കം 2021 കൊണ്ടോട്ടി നഗരസഭയിൽ നെടിയിരുപ്പ് ചാരംകുത്തിലെ സർക്കാർ LP സ്കൂൾ 1914 മുതൽ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. അതിനൊരു കെട്ടിടം നിർമ്മിക്കണമെങ്കിൽ സ്വന്തമായി സ്ഥലം വേണം. അങ്ങനെ സ്ഥലം വാങ്ങാൻ ചേർന്ന യോഗമായിരുന്നു 2021 അധ്യാപികയായിരുന്ന വി ബിന്ദു കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല ഊരിയെടുത്ത് കമ്മിറ്റിയെ ഏൽപ്പിച്ചു. സ്ഥലം വാങ്ങാൻ 25 ലക്ഷം രൂപ നഗരസഭയ്ക്ക് നൽകുമെങ്കിലും ബാക്കി കണ്ടെത്തേണ്ടത് 72.5 ലക്ഷം രൂപയായിരുന്നു. അത് സാധ്യമാകുമോ എന്ന ചോദ്യങ്ങൾ ഉയർന്നപ്പോഴായിരുന്നു 2 പവനിലേറെ വരുന്ന സ്വർണമാല ഊരി നൽകി ജനകീയ ഫണ്ട് സമാഹരണത്തിന് അധ്യാപിക തിരികൊളുത്തിയത്. പിന്നീട് കണ്ടത് ആ ഊർജം നാടേറ്റെടുക്കുന്ന കാഴ്ചയായിരുന്നു. ഞാനിന്ന് ഏറ്റവും സന്തോഷത്തിലാണ് നിൽക്കുന്നത്. കാരണം എൻ്റെ ജീവിതത്തിൽ ഒരു പക്ഷേ ഇത്രയധികം സന്തോഷിച്ച ദിവസങ്ങളോ അല്ലെങ്കിൽ ഒരു സാഹചര്യമോ സന്ദർഭമോ ഉണ്ടായിട്ടില്ല എന്ന് പറയാം. ഒരുപാട് സന്തോഷങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇത്. കാരണം 2021 നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2021 ഈ ഒരു സ്കൂളിന് വേണ്ടിയിട്ട്, ഇത്രയും ശോചനീയാവസ്ഥയിലുള്ള ഈ സ്കൂളിന് വേണ്ടിയിട്ട് ഒരു പ്രവർത്തനം, ഒരു പദ്ധതി ആവിഷ്കരിച്ച് അതിന് വികസന സമിതി എന്ന വിദ്യാലയ വികസന സമിതി രൂപീകരിക്കുകയും അന്ന് ആ രൂപീകരിച്ച സമയത്ത് ഇത് എത്രത്തോളം മുന്നോട്ട് പോകുമെന്നോ അല്ലെങ്കിൽ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുമോ എന്നൊന്നും എല്ലാം അനിശ്ചിതത്വത്തിലായിരുന്നു. കാരണം വലിയൊരു തുകയാണ് നമുക്ക് ഈ ഒരു സ്കൂൾ സ്വന്തമാക്കാൻ നമ്മുടെ മുന്നിലുണ്ടായിരുന്ന കയ്യെത്തിപ്പിടിക്കേണ്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത് അത്ര എളുപ്പത്തിൽ പ്രായോഗികമാകുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ആ സമയത്തും ഞാൻ എന്താണ് നമുക്ക് ഈ ഒരു വിദ്യാലയ വികസന സമിതിക്ക് ചെയ്യാൻ പറ്റുക, എന്നെ കൊണ്ടാവുന്ന തരത്തിൽ അന്ന് എൻ്റെ കയ്യിലൊരു മാലയാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും അന്ന് ആ മീറ്റിങ്ങിൽ വന്നപ്പം വളരെയധികം സന്തോഷത്തിലും വളരെ ആവേശത്തിലുമായിരുന്നു. ആ ആവേശം കെടാതെ കാത്തു സൂക്ഷിക്കാൻ എനിക്ക് ആ ആവേശത്തോടൊപ്പം ചേരണമെന്ന് തോന്നിയപ്പോൾ എൻ്റെ കഴുത്തിൽ കിടന്ന മാല ആണ് ഞാൻ ആദ്യം തന്നെ ഊരിക്കൊണ്ട് പറഞ്ഞു, ഈ വിദ്യാലയ വികസന സമിതിക്ക് ആദ്യത്തെ ധനസമാഹരണം എൻ്റെ കയ്യിൽ നിന്ന് തന്നെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തരത്തിലുള്ള പ്രതീക്ഷയും അന്നേരം ഇല്ലായിരുന്നു. പക്ഷെ ആ മാല ഞാൻ ഊരിക്കൊടുക്കാനുണ്ടായത്. എന്നാൽ എനിക്ക് ഇപ്പോൾ വളരെയധികം സന്തോഷം തോന്നുകയാണ്. ആ ഒരു കൊച്ചു മാല 2.5 പവനോ അല്ലെങ്കിൽ 2 പവനോ എത്രയാണെന്ന് എനിക്കറിയില്ല, അത്രയും ഒരു തൂക്കമുള്ള ഒരു ആഭരണം. ആ ആഭരണത്തിൻ്റെ പിന്നിൽ അതിൻ്റെ ആവേശത്തിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രവർത്തനത്തിൻ്റെ ചില ഘട്ടങ്ങളിൽ ഇതൊരിക്കലും പ്രാവർത്തികമാകില്ല, നമുക്കിത് ഉപേക്ഷിച്ച് പോകാം എന്നുള്ള ചിന്ത വരെ ഞങ്ങൾക്കിടയിൽ ഉണ്ടായപ്പോഴും വികസന സമിതിയിലെ അംഗങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ പിന്നിൽ ടീച്ചറുടെ മാല ഊരിത്തന്ന ഒരു പ്രവർത്തനമുണ്ട്. അതുകൊണ്ട് നമുക്കത് ഏറ്റെടുത്ത് ഇത് നമുക്ക് കഴിയുന്ന അത്ര, നമ്മൾ പ്രതീക്ഷിച്ച ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ സ്കൂളിന് സ്വന്തമായിട്ട് ഒരു 10 സെൻറ്റ് ഭൂമിയെങ്കിലും സ്വന്തമായി വാങ്ങണം എന്ന് ഉറച്ച് മുന്നോട്ട് പോകാനുള്ള എനിക്ക് തോന്നുന്നു ആ ധൈര്യം അല്ലെങ്കിൽ ആ ആവേശം ഉണ്ടായത് ഈ മാലയിൽ നിന്ന് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം എനിക്ക് ഏറ്റവും വലിയ സന്തോഷമാണ്. കാരണം ഈ നെടിയിരുപ്പ് പ്രദേശത്ത് ഒരു പൊതുവിദ്യാലയമാണ് എൻ്റെ ഒരു കൊച്ചു മാല ഞാൻ ഊരിക്കൊടുത്തതിൻ്റെ ഭാഗമായിട്ടുണ്ടാവാൻ പോകുന്നത്. ഏറ്റവും മനോഹരമായ ഒരു നിമിഷം. ആ ഒരു മാലയുടെ വിലയോ അല്ലെങ്കിൽ അതിൻ്റെ മൂല്യമോ ഒന്നുമല്ല, പക്ഷെ ഇവിടെ വലിയൊരു മൂല്യമാണ് ഉണ്ടാവാൻ പോകുന്നത്. കാരണം ഇതൊരു വിദ്യാഭ്യാസ സ്ഥാപനമാണ്. ഒരു പ്രദേശത്തെ ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുക എന്നുള്ളത് അത് ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. അതിന് നല്ല മനോഹരമായൊരു ഹൈടെക് കെട്ടിടം ഇവിടെ ഉയരാൻ പോവുകയാണ്. ഏറ്റവും സന്തോഷകരമായ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. ഇപ്പോഴും ഞാൻ സ്വപ്നത്തിലാണ്, ഇത് യാഥാർത്ഥ്യമായോ എന്ന് പോലും എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. OICC ഗ്ലോബൽ വൈസ് പ്രസിഡന്റും പ്രവാസി വ്യവസായിയുമായിരുന്ന പുളിക്കൽ അഹമ്മദ് വല്യാപ്പു 25 ലക്ഷം രൂപ നൽകി. മുൻ നഗരസഭാ കൗൺസിലർ പുളിക്കൽ അഹമ്മദ് കബീറും സഹോദരന്മാരായ റസാഖ്, റഷീദ് അലി ബാബു, നസീർ എന്നിവർ ചേർന്ന് 19.5 ലക്ഷം രൂപ നൽകി. മാത്രമല്ല ഇവരുടെ പിതാവ് പുളിക്കൽ അവറാപ്പു ഹാജിയുടെ പേരിൽ ലൈബ്രറി നിർമ്മിച്ചു നൽകുമെന്നും അറിയിച്ചു. അങ്ങനെ ചെറുതും വലുതുമായ സംഖ്യ നൽകിയ സ്ഥാപനങ്ങളും വ്യക്തികളും സംഘടനകളും ഏറെ. ഒടുവിൽ 72.5 ലക്ഷം രൂപ സമാഹരിക്കാനായി. ഒപ്പം നഗരസഭയുടെ 25 ലക്ഷം കൂടി ലഭിച്ചതോടെ സ്ഥലമായി. കോഴിക്കോട് പാലാഴി സ്വദേശിയായ ബിന്ദു
ഇന്ന് സ്കൂളിന്റെ പ്രധാന അധ്യാപികയാണ്. വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ നേരിട്ട് ഇടപെടുകയും വേണ്ടതെല്ലാം ചെയ്യാമെന്ന് ഉറപ്പു തരികയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് MLA കലക്ട്രേറ്റിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇതിന് സ്ഥലമേറ്റെടുക്കലുമായിട്ടുള്ള സാങ്കേതിക തടസ്സങ്ങൾ എത്രയും പെട്ടെന്ന് നീങ്ങിയിട്ടും അതേപോലെ മുനിസിപ്പാലിറ്റിയുടെ 25 ലക്ഷത്തിൻ്റെ ഫണ്ട് എത്രയും പെട്ടെന്ന് കിട്ടിയതും കഴിഞ്ഞ ആഴ്ച ഇതിൻ്റെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയായതും മാധ്യമങ്ങളുടെ ഇടപെടൽ കൊണ്ടാണ്. ഇനിയും സർക്കാർ ഇതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തുമെന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഇവിടെ ഒരു ഹൈടെക് സ്കൂൾ, ഗവൺമെൻറ് സ്കൂൾ വരേണ്ടത് ഈ നാട്ടുകാരുടെ ഒരു ആവശ്യമാണ്. ഇനി ഇവിടെ സ്കൂളിന് കെട്ടിടമുയരും. ആ കെട്ടിടത്തിന് സ്വർണത്തിന്റെ തിളക്കവും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, എയർ 1.